അല്ല, ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് പോകുന്ന തെലുങ്കിലേക്കാണ്. അതിന് നാടുവാഴികളുടെ ആക്ച്വലി നാടുവാഴികളുടെ കാസറ്റ് അത് പിന്നെ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ വലിയ സൂപ്പർ സ്റ്റാർ ഇപ്പം നേരത്തെ പറഞ്ഞ തോക്ക് ബാലകൃഷ്ണൻ, അപ്പോൾ അദ്ദേഹം ഈ സാധനം റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാസറ്റ് കാണുന്നത്. ലാലിൻ്റെ പടമാണ്. അവർക്ക് പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല. സ്റ്റോറി ഇപ്പോൾ സാധാരണ നമുക്ക് തെലുങ്കിൽ വരുന്ന സ്റ്റോറിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ എൻ്റെ കഥാപാത്രം ഞാനൊരു മീശ വെച്ചിട്ടൊരു റൗഡി ക്യാരക്ടറാണ്. അപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു അയാൾ വിളിക്കാൻ പറഞ്ഞു. അല്ല, നമ്മുടെ ഓരോരുത്തരുടെ ഭാഗ്യം പോകുന്ന പോകും. അങ്ങനെ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് പോകുന്നത്. എൻ്റെ ആദ്യത്തെ തെലുങ്ക് പടം, അതും വലിയ ബാനർ. കോദണ്ഡരാമറെഡ്ഡിയാണ് അതിൻ്റെ സംവിധായകൻ. അത് നമ്മുടെ ജോഷി പോലത്തെ ഡയറക്ടർ, ഭയങ്കര ടോപ്പ് ഡയറക്ടറാണ്. ബാലകൃഷ്ണൻ പോലത്തെ ടോപ്പ് ഹീറോ. പിന്നെ അതിൻ്റെ ബാനറും വലിയൊരു ബാനറായിരുന്നു. അതിലേക്ക് എന്നെ മെയിൻ വില്ലനായിട്ട് വിളിക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവിടെ മലയാള സിനിമയിൽ അത്ര അവസരങ്ങൾ കുറഞ്ഞ സമയമാണ്. നായർ സാഹിബിന് ശേഷമാണെങ്കിൽ തന്നെ എന്തോ ചില കാരണം കൊണ്ട് എനിക്ക് പടങ്ങളില്ല. അപ്പോൾ തെലുങ്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തെലുങ്കിൽ പോയി രക്ഷപ്പെടാമെന്നുള്ള കണ്ടിട്ടാണ് പോകുന്നത്. ഇയാളുടെ അതും ഏറ്റവും വലിയ തെലുങ്കിലത്തെ ഏറ്റവും വലിയ ഡയറക്ടറുടെ കമൻറ്റ് ഇതാണ്, ഇയാളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ആകെ അപ്സെറ്റായി. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീറോ വന്നു. ഹീറോ ഇറങ്ങിയാൽ എന്നാ ശ്രമിച്ചു. എല്ലാവരും ആകെ മൂകമായ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. എന്നാ അപ്പോൾ അയാൾ എന്തൊക്കെ പറഞ്ഞു, എന്നെ നോക്കി. അപ്പോൾ ഞാനവിടെ പോയി നിൽക്കുക. എൻ്റെ അടുത്തേക്ക് വന്നു. நீங்கள் தானே அந்த படத்தில் அந்த நாயர் நாடுவாழியில் ஆக்ட் பண்ணுற அந்த மீசா வச்சு தானே வில்லன்? ஆமாம். ஓகே. உடனே இங்கிட்டு வந்தோம். ഞാൻ பார்த்தேன் சார் ஒரு படம். ஓகேயான படம். நீங்கள் எல்லாம் பார்க்க என்ன முடியாது, நாங்கள் பேக்கப் பண்ணலாம். ഇയാൾ ഡയറക്ടറാണ് പാര. ആ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നല്ലേ, ഇനിയിപ്പോൾ എന്തായാലും സീൻ എടുത്താൽ പറ്റുള്ളൂ. കുറച്ച് ജെല്ലിയൊക്കെ എടുത്ത് തലയിലൊക്കെ പുരട്ടി എന്നിട്ട് ബാഗിലേക്ക് ഈരി വെച്ചു. അപ്പോൾ ഈ മേക്കപ്പ് ബോക്സിനകത്ത് ആഞ്ജനേയൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഹനുമാൻ്റെ ഫോട്ടോൻ്റെ അവിടെ ഒരു പിങ്ക് കളറിലൊരു ഒരു കുങ്കുമം ഇട്ടിട്ടുണ്ട് അവർ പ്രസാദ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ആ പ്രസാദം എടുത്തിട്ട് ഞാൻ പറഞ്ഞു അണ്ണാണ് கொஞ்சம் എന്താ ഒരു എനിക്കൊരു നല്ലൊരു ഏതായാലും ഗോപി ആവാൻ പോവാണ്, ഇത് വലിയൊരു ഗോപി അടിക്കാൻ പറഞ്ഞു. ഓക്കെ. ഇവിടെ തൊട്ട് ഇവിടെ വരെ വലിയൊരു ഗോപി വെച്ചു. ഇവിടെ വലിയ അടിച്ച് കുറച്ച് ചുവന്ന ഇത് പാൻകേക്കൊക്കെ എടുത്തിട്ട് ഇവിടെ ഒക്കെ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിനല്ല, ഇവിടെ മാനത്തോടെ പോകണമല്ലോ ഒക്കെ വെച്ച് ഇരുന്നു. കോസ്റ്റ്യൂം ഇട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഡയറക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എന്നെ കോസ്റ്റ്യൂം ഇടിച്ചിട്ട് കൊണ്ടുവരും. സാർ ഇവിടെ പാക്കരും എന്നാ ഇയാൾ സംവിധായകൻ, ഇയാൾക്ക് പാക്കണ്ടെന്ന്, ഇയാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ പാക്കണത്. ഞാനൊന്നും ആലോചിച്ചു രാജ. ശരി, ഞാൻ പറഞ്ഞ് നടന്നവിടെ പോയിരുന്നു. ഒരു സീൻ 2 പേജുള്ളൂ. അപ്പോൾ ഒരു ഫുൾ പേജ്, ഒരു ഹാഫ് പേജ് ഡയലോഗ്. ഞാൻ അത് കണ്ടപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഹീറോ ആയിട്ടുള്ള സീനാണ്. അപ്പോൾ അവിടെയൊക്കെ ഹീറോ ആവാനാണല്ലോ ഏറ്റവും കൂടുതൽ ഡയലോഗ് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, അവിടെ പോയി നിന്നാൽ മതിയാലോ വിചാരിച്ചു. അല്ല സാർ, ഉങ്ങൾക്ക് തന്നെ ഡയലോഗ്. ഞാൻ പറഞ്ഞു എന്നെ കൊല്ലാനാണോ ഈ പരിപാടി? ഡയറക്ടർക്ക് ആരാച്ചാരുടെ ഒരു മുഖം. അപ്പൊ ജയനൻ അവിടുത്തെ ചിരിയോട് ചിരി. പഠിച്ചോ. ഈ നമ്മുടെ ഈ നാഗേശ്വര റാവു ഉണ്ടല്ലോ, അയാൾ പറഞ്ഞു സാർ ഉങ്ങളാൾ മുടിയും സാർ, ഉങ്ങൾ പടം ഞാൻ பார்த்துருக்கேன், അവർ പടം பார்க்கல, அதனால தான் இந்த மாதிரி பண்ணுறது, நீங்கள் ஏதாவது கொஞ்சம் அந்த டயலாக் பேசுங்க சார். என்னால் முடியாதப்பா, பாருங்க എൻ്റെ കൈ കാല് பாருங்க இப்படி ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞു நீங்கள் அதாவது மலையாளத்தில் எழுதிடுத்துங்க, ഞാൻ கொஞ்சம் പ്രോം பண்ணுறேன்னு சொல்லிட்டு ഞാൻ കംപ്ലീറ്റ് മലയാളത്തിൽ എഴുതിയെടുത്തു. അപ്പോൾ എൻ്റെ പ്രോസസ്സ്, എൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ 1 മണിക്കൂർ നേരം ഞാൻ ഇതിന് ഒന്ന് ശ്രദ്ധ കാണിച്ചു. ബൈ ഹാർട്ട് പഠിക്കാനുള്ളൊരു ശ്രമം നടത്തി. ഇയാൾ പ്രോംപ്റ്റ് ചെയ്തു, കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എന്തെങ്കിലും അവൻ പോകുന്ന വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഷോട്ട് ബൈ ഷോട്ട് എടുക്കുന്നു വിചാരിച്ചു. ചെന്നപ്പോൾ ഒറ്റ ഷോട്ട്, 1.5 കിലോമീറ്റർ ട്രാക്ക്. അതെ, എന്തറിയോ, ഒരു പൈലറ്റ് 2 മോട്ടോർ ബൈക്ക് പോകും, അതിന് പിന്നാലെ എൻ്റെ കാർ വന്ന് നിൽക്കുന്നു. അറിയാലോ അവിടുത്തെ
രണ്ട് പൈലറ്റ് പിന്നെ ബൈക്കുകൾ ഇങ്ങ് ഓടിപ്പോവും. അതിൻ്റെ പിന്നിൽ എൻ്റെ കാർ വന്ന് നിൽക്കുന്നു. കാറിന് അവർ ഓടി വന്നിട്ട് കാറിൻ്റെ ഡോർ തുറക്കും. ഞാൻ എൻട്രി, ഇവിടെ ക്യാമറ, ഡയലോഗ് പറഞ്ഞ് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഹീറോ ഇവിടെ നിൽക്കുകയാണ്. അയാൾ സജഷനിൽ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം, ഉണ്ടാകുന്ന തിരിച്ചു പോകണം. ആദ്യം റിഹേഴ്സൽ വന്നു ഇറങ്ങി ഞാൻ സൊല്ലിയാ നീ ഒരു ഇവരൊക്കെ വന്ന് എന്തൊരു വേസ്റ്റ് ഓഫ് ടൈം. വേസ്റ്റ് ഓഫ് ടൈം എൻ്റെ രാജ ഞാനോ ശരി പോയി ടേക്ക് പോലെ നോ റിഹേഴ്സൽ ടേക്ക് ഇതെല്ലാം പറയണം. അപ്പോൾ കാർ റിവേഴ്സ് എത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആഞ്ജനേയനെ ആലോചിച്ചു. എൻ്റെ ജയ ശ്രീറാം ഞാൻ ഡയലോഗ് അങ്ങ് വിട്ടു, കംപ്ലീറ്റ് അതങ്ങ് മറന്നു, ഡയലോഗിനെ പറ്റി ചിന്തിച്ചില്ല. ജയ ശ്രീറാം ജയ ശ്രീറാം ജയ ശ്രീറാം ജയ ശ്രീറാം ജയ ആഞ്ജനേയ എന്നോട് മാനം കാത്ത് എന്നോട് രക്ഷപ്പെടുത്തി പോകണേ എൻ്റെ ഈശ്വര, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഈ പടമേ എനിക്ക് വേണ്ട, എന്നെ രക്ഷപ്പെടുത്തണേ. സിറ്റുവേഷൻ അങ്ങനെ കാറ് പിന്നിലേക്ക് പോകുന്നു, കാലിലേക്ക് വരുന്നു, വണ്ടി നിൽക്കുന്നു, ഞാൻ ഇറങ്ങുന്നു. భగవంతుడు వందరికి 5,000 వస్తే నాకు 6,000 తెస్తాలు. ఏ 5,000 వాహనానికి ఈ 1,000 సంహారానికి ఉండాం. ഒറ്റ കലക അത് ഇപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ല അത്രയും നേരം പഠിച്ചുകൊണ്ടാ അതിങ്ങനെ മറന്നു, അത്ര ഒരു സിറ്റുവേഷൻ അല്ല. ഇന്നേ വരെയുള്ള തെലുങ്ക് സിനിമകളിൽ ഇതൊഴിച്ച് വേറെ ഒന്നും അറിയില്ല. കാരണം അന്നെന്തറിയോ, ഭഗവന്തർ വന്തർക്ക് 5,000 వస్తే నాకు 6,000.